കർത്താവായ യേശുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ദാസനാകുന്ന ഏലീശയുടെ ഒരു പ്രാർത്ഥനയാണ് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട 4 അത്ഭുതങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു അധ്യായമാണ് 4-ാമത്തെ അധ്യായം. 1, പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ കടഭാരം മാറുന്നു. 2, ശൂന്യങ്കാരത്തിലൂടെ മരിച്ച മകന് തിരികെ ലഭിക്കുന്നു. 3, ഗിൽഗാലിലെ മരണം മാറിപ്പോകുന്നു. 4, 20 എബത്തൊപ്പം 100 പേർക്ക് വിളമ്പുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട 4 അത്ഭുതങ്ങളാൽ നിറയപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ് 4-ാമത്തെ അധ്യായം എന്നുള്ളത്. നാം വായിച്ച വാക്യത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ ദാസനാകുന്ന ഏലീശയുടെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഇവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. ഏലീശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിലിൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. മരിച്ച ഒരു കുഞ്ഞിനു വേണ്ടിയാണ് ദൈവത്തിന്റെ ദാസനാകുന്ന ഏലീശ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഈ കുഞ്ഞ് ആരാണെന്ന് ചോദിച്ചാൽ, ചില വർഷങ്ങൾക്ക് പിറകിൽ താൻ നിമിത്തം ദൈവത്തിന്റെ ആലോചന പറഞ്ഞ് ഒരു കുടുംബത്തിന് ലഭിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായിരുന്നു ഈ തലമുറ. എന്നാൽ പെട്ടെന്ന് ഈ കുഞ്ഞ് മരിക്കുവാനിടയായി തീർന്നു. മരിച്ച കുഞ്ഞിനെ അവൻ്റെ അമ്മ മാളികമുറിയിൽ ഒരു കട്ടിലിൽ കിടത്തിയിട്ട് ദൈവപുരുഷന്റെ അടുക്കിലേക്ക് പോകുവാൻ അവൾ തയ്യാറായി. സാധാരണഗതിയിൽ മറ്റു ചില അമ്മമാർക്കില്ലാത്ത പ്രത്യേകത ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. സാധാരണയായി ഇങ്ങനെ ഒരു കാര്യം ഒരു വീട്ടിൽ നടന്നാൽ ആ വീട്ടിലെ അമ്മമാർ ഉടനെ അറിയിക്കേണ്ടവരെ അറിയിക്കും, അലമുറയിട്ട് കരയാനിടയാത്തീരും. ദുഃഖിതയായി വ്യസനത്തോടെ എന്തു ചെയ്യണമെന്നറിയാതെ വളരെ ഭാരത്തോടെ നിൽക്കുന്ന അനുഭവമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകുകയാണ്. ഈ മാതാവ് ദൈവപുരുഷന്റെ അടുക്കിലേക്ക് പോകുവാൻ തയ്യാറായി. അങ്ങനെ അവൾ യാത്ര തിരിച്ച് ദൈവപുരുഷന്റെ എത്തിയപ്പോൾ ഇവിടെ കണ്ടിട്ട് തൻ്റെ ബാല്യക്കാരനെ അടുക്കൽ വിളിച്ചിട്ട് ദൈവപുരുഷൻ പറഞ്ഞു, നീ അവളെ എതിരേറ്റ് അവളുടെ വീട്ടിൽ എല്ലാവരും സുഖമായിരിക്കുന്നുവോ, ബാലന് സുഖമുണ്ടോ എന്നൊക്കെ നീ അവളോട് ചോദിക്കണമെന്ന് പറഞ്ഞു. ദൈവപുരുഷന്റെ നിർദ്ദേശപ്രകാരം ബാല്യക്കാരൻ ഇതെല്ലാം ചോദിച്ചപ്പോൾ സുഖം തന്നെ എന്നാണ് അവൾ ആദ്യം മറുപടി പറയുന്നത്. എന്നാൽ ബാല്യക്കാരനോട് താൻ വന്നതിന്റെ കാര്യമൊന്നും പങ്കുവെക്കാതെ ദൈവപുരുഷന്റെ അടുക്കിലേക്ക് ചെന്ന് തൻ്റെ കാൽക്കൽ ഈ സഹോദരി അല്ലെങ്കിൽ ഈ മാതാവ് വീഴുകയാണ്. അപ്പോൾ തൻ്റെ കാൽക്കൽ വീണ ഈ സഹോദരിയെ മാറ്റുവാൻ നിർബന്ധത്താൽ തൻ്റെ ദാസൻ തയ്യാറാകുമ്പോൾ ദൈവപുരുഷനോട് പറയുന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധേയമാണ്. 27-ാമത്തെ വാക്യത്തിനകത്താണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലെത്തിയപ്പോൾ അവന്റെ കാൽ പിടിച്ച് ഗേഹസി അവളെ മാറ്റുവാൻ അടുത്ത് ചെന്നാറ്. ദൈവപുരുഷൻ അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അതെന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, സാധാരണഗതിയിൽ ദൈവപുരുഷന് എല്ലാം വെളിപ്പെട്ട് കിട്ടേണ്ടതാണ്. എന്നാൽ ഇവിടെ ദൈവപുരുഷൻ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അവൾക്കെന്തോ വലിയ മനോവ്യസനമുണ്ട്, ദൈവമായ കർത്താവ് എന്നെ അത് മറച്ചു വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് നിന്ന് എന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവദാസന്മാർക്ക് പോലും, പ്രവാചകന്മാർക്ക് പോലും, പ്രാർത്ഥിക്കുന്നവർക്ക് പോലും മറയപ്പെടുന്ന നമ്മുടെ ചില വിഷയങ്ങളുണ്ട്. ഇവിടെ അക്യുറേറ്റ് ആയിട്ട് ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്ന ദൈവത്തിന്റെ ദാസൻ ദൈവദാസന്റെ മുമ്പിൽ ദൈവം അത് മറച്ചു വെക്കാനിടയായി തീർന്നു. ശൂന്യങ്കാരത്തിലുള്ള ജീവിതത്തിൽ സംഭവിച്ച വിവരമൊന്നും തനിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല. തന്നെയുമല്ല, അത് മറയപ്പെട്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ചിലർക്ക് വെളിപ്പെടാത്ത, പ്രവാചകന്മാർക്ക് വെളിപ്പെടാത്ത സ്തോത്രം, നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന, നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നവർക്ക് അറിയാത്ത നിങ്ങളുടെ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കകത്ത് ദൈവം ഇടപെടുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് അടുത്ത് സഹകരിക്കുന്നവർക്ക് പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പോലും, ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവദാസന്മാർക്ക് പോലും, പ്രവാചകന്മാർക്ക് പോലും
വെളിപ്പെടാത്ത നിങ്ങളുടെ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ കരം ഇറങ്ങി വെളിപ്പെടുന്ന ദിവസങ്ങളാക്കി കർത്താവ് മാറ്റാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഏതൊക്കെയോ ചില കുടുംബങ്ങളിൽ, ഏതൊക്കെയോ ചില തലമുറകളിൽ, ഏതൊക്കെയോ ചില ശുശ്രൂഷകരിൽ മറയപ്പെട്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾ, അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ശ്രദ്ധിക്കണമേ. എന്നിട്ട് ദൈവപുരുഷനോട് ഇവൾ വസ്തുതയൊക്കെ അറിയിക്കാനിടയായി തീർന്നു. കാര്യം പറഞ്ഞപ്പോൾ ദൈവപുരുഷൻ ഇവളുടെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. ചെന്നപ്പോൾ 22 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഏലീശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ദൈവപുരുഷൻ ആ മാളികമുറിയിൽ തൻ്റെ ഭവനത്തിലെത്തിയപ്പോൾ തനിക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച, ഏലീശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഈ കുഞ്ഞിനെ കണ്ടിട്ട് ദൈവപുരുഷൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. തൻ്റെ പ്രാർത്ഥനാ മെത്തേഡ് നമുക്കവിടെ വളരെ ശ്രദ്ധേയമാണ്. പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു. തൻ്റെ വായ് ബാലന്റെ വായിൽ മേലും, തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിന്മേലും, തൻ്റെ ഉള്ളം കൈകൾ അവൻ്റെ ഉള്ളം കൈകളിൽ വെച്ച് അവൻ്റെ മേൽ കവിണ്ണ് കിടന്ന് ബാലന് ദേഹത്ത് ചൂട് പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ കുഞ്ഞുമായിട്ട് താതാത്മ്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രദ്ധിക്കണമേ. താനും പ്രാർത്ഥനാ വിഷയവും ദൈവവും അടങ്ങുന്ന ഒരു പ്രാർത്ഥനാ മുറി അവിടെ വെളിപ്പെട്ടു വരികയാണ്. എന്നിട്ട് ആ കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ദൈവപുരുഷൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ആ വിഷയങ്ങളും നിങ്ങളും ദൈവവുമായിട്ട് സമ്മേളിക്കുന്ന ഒരു പ്രാർത്ഥനാ മുറി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാൽ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ചില വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുത്താൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ശ്രദ്ധിക്കണമേ. ഒരു പ്രധാനപ്പെട്ട ചിന്ത പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇവളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടെന്ന് ചോദിച്ചാൽ, കർത്താവിനോട് പറഞ്ഞ ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഈ കുഞ്ഞ് മരിക്കുന്നത് വരെ സ്തോത്രം ആ മാളികമുറി തന്നെയായിട്ട് തുടരുകയായിരുന്നു. എന്നാൽ കുഞ്ഞു മരിച്ചനന്തരം ആ മാളികമുറിക്കകത്ത് കുഞ്ഞിനെ കയറ്റി കടത്തി ദൈവപുരുഷൻ വന്ന അനന്തരം ആ മാളികമുറി പിന്നെ മാളികമുറിയായിട്ട് തുടരുകയല്ല, ഒരു പ്രാർത്ഥനാ മുറിയായി മാറാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ചില പ്രതിസന്ധികൾ, ചില ശോധനകൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നതിൻ്റെ പിന്നിലെ കാരണം നിങ്ങളുടെ കുടുംബം ഒരു പ്രാർത്ഥനാ കുടുംബമായി മാറാനാണ്. ചില പ്രതിസന്ധികൾ നിങ്ങളുടെ ആലയത്തിന് നേരെ വരുന്നത് നിങ്ങളുടെ ആലയം ഒരു പ്രാർത്ഥനാലയമായി തീരാൻ വേണ്ടിയാണ്. ചില പ്രതിസന്ധികൾ, ചില ശോധനകൾ, ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് നേരെ, വ്യക്തിപരമായ ജീവിതത്തിന് നേരെ വരുന്നതിന് കാരണം നിങ്ങൾ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി തീരാൻ വേണ്ടിയാണ്. ഞാൻ ആത്മനിയോഗത്തോടെ പറയട്ടെ, ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ വെളിപ്പെട്ട ചില പ്രശ്നങ്ങളുടെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിങ്ങളിലെ പ്രാർത്ഥനാ മനുഷ്യൻ ഉണരണം എന്നുള്ളതാണ്. ഈ ശോധന വെളിപ്പെടുന്നത് വരെ ശൂന്യങ്കാരത്തിയുടെ വീട് അല്ലെങ്കിൽ മാളികമുറിയായി മാത്രം തുടരുകയായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ മാളികമുറി പ്രാർത്ഥനാമുറിയായി മാറുവാനിടയായി തീർന്നു. അങ്ങനെ അത് പ്രാർത്ഥനാമുറിയായി വെളിപ്പെട്ടപ്പോൾ മരിച്ച തൻ്റെ കുഞ്ഞ് ജീവൻ പ്രാപിച്ച് തൻ്റെ അടുക്കൽ മടങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, നിങ്ങളുടെ ജീവന്റെ അകത്ത് ചില ശോധനകൾ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രാർത്ഥന വർദ്ധിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് പ്രാർത്ഥന വർദ്ധിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളിലെ പ്രാർത്ഥനാ മനുഷ്യനും ഉണരാൻ വേണ്ടിയാണ്. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ വിഷയവും ദൈവമടങ്ങുന്ന ഒരു പ്രാർത്ഥനാ മുറിയിലേക്ക് നിങ്ങൾ കയറാൻ തയ്യാറായാൽ ഈ ദിവസങ്ങൾ അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് വെളിപ്പെടും. ദൈവം അതിനായി നിങ്ങളെ ഒരു പ്രാർത്ഥനാ മുറിയിലേക്ക് കയറ്റുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറ്റുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഞാൻ ആവർത്തിക്കുന്നില്ല, എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളോട് പറയട്ടെ, ചില പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണം നിങ്ങളിലെ പ്രാർത്ഥനാ മനുഷ്യൻ
ഉണരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്നിന്റെ ദിനങ്ങളിൽ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുക. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.